മന്ത്രി ശിവൻകുട്ടിക്ക് എന്നും പരാതിയാണ്. എന്തു പരാതി പറഞ്ഞാലും മന്ത്രിക്കത് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കുകയും വേണം. ഈയിടെ പുള്ളിക്ക് കൂടുതൽ താല്പര്യം BJPയുടെ തോളിൽ പഴിചാരാനാണ്. അങ്ങനെ എല്ലാവർക്കും കൊട്ടാവുന്ന ചെണ്ടയല്ലല്ലോ BJP. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കൊട്ടിയാൽ BJP നേതാക്കളും തൽക്ഷണം നല്ല യമണ്ടൻ കൊട്ട് തിരിച്ചും കൊടുക്കും. അങ്ങനെ എത്ര കൊട്ടുകൊണ്ടാലും ശിവൻകുട്ടി നന്നാവില്ല എന്ന് ഉറപ്പിച്ചതുപോലെയാണ്. കഴിഞ്ഞ ദിവസവും പരാതിയുമായി എത്തി കൊട്ടും വാങ്ങി ശിവൻകുട്ടി ഹാപ്പിയാണ്. തിരുവനന്തപുരത്ത് കുടിവെള്ളം കിട്ടുന്നില്ല എന്ന വിമർശനമാണ് ശിവൻകുട്ടി ഉന്നയിച്ചത്. എന്നാൽ കുടിവെള്ളം തരേണ്ട ചുമതല വാട്ടർ അതോറിറ്റിക്കാണെന്നും അത് സംസ്ഥാന സർക്കാരിന് കീഴിലാണെന്നും അതിനൊരു മന്ത്രിയുമുണ്ടെന്നും മേയർ രാജേഷും തിരിച്ചടിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP കൈയടക്കിയ ശേഷം കോർപ്പറേഷൻ ഭരണം ശരിയല്ലെന്ന് വരുത്തി തീർക്കാൻ പോലീസിനെ വിട്ട് അതിക്രമം കാണിച്ചും കുടിവെള്ളം മുട്ടിച്ചും ഇടത് സർക്കാർ വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. വട്ടിയൂർക്കാവിലെ നെട്ടയത്തുണ്ടായ സംഘർഷവും അതിനുശേഷം പോലീസ് നടത്തിയ അതിക്രമവും BJPക്ക് നേരെയുള്ള കടന്നാക്രമണമായിരുന്നു. ഇതിനെതിരെ മുൻ DGPയും കൗൺസിലറുമായ R ശ്രീലേഖയുടെ നേതൃത്വത്തിൽ വനിതാ കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധ സമരവും വലിയ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. നീണ്ട 45 വർഷമായി CPM അടക്കി പിടിച്ചിരുന്ന സാമ്രാജ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചതിലൂടെ തകർന്നടിഞ്ഞത്. കമ്മീഷൻ, അഴിമതി, ബിനാമി ഇടപാടുകൾ, വാടക തട്ടിപ്പ്, കൈക്കൂലി അങ്ങനെ തിരുവനന്തപുരത്തെ പാർട്ടിയുടെ ഫണ്ട് പിരിവിന്റെ പ്രധാന ഉറവിടമാണ് 4 മാസം മുൻപ് അവർക്ക് നഷ്ടമായത്. ആ നഷ്ടമാണ് CPMകാരുടെ ഹാലിളക്കത്തിന് കാരണമെന്ന് BJP വിമർശിക്കുന്നുണ്ട്. 400 രൂപ വാടക വരുന്ന നിലവിളക്ക് ഇടതു ഭരണസമിതി വാടകയ്ക്ക് കൊടുത്തത് 6000 രൂപയ്ക്കാണ്. ലക്ഷങ്ങളും ആയിരങ്ങളും മാസവാടക വരുന്ന നഗരത്തിലെ കോർപ്പറേഷന്റെ പല കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുക്കുന്നത് 1000 രൂപയുടെ താഴെ വിലയിൽ. അതിൽ പലതും ബിനാമി ഇടപാടുകൾ. ഇത്തരം കാര്യങ്ങൾ നിലവിലെ ഭരണസമിതി ദിവസവും കണ്ടെത്തി വരികയാണ്. ഇതെല്ലാം CPM നേതാക്കളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. വർഷങ്ങളായി തിരുവനന്തപുരം നഗരസഭയെ AKG സെന്ററിലെ പണപ്പെട്ടിയാക്കി മാറ്റിയ ഇടത് സിൻഡിക്കേറ്റുകൾക്ക് നഗരഭരണം നഷ്ടമായത് ഏൽപ്പിച്ച ആഘാതം ചെറുതൊന്നുമല്ല. BJP ഭരണസമിതി ഓരോ ഫയലും കുത്തി തുറക്കുമ്പോൾ പുറത്തു വരുന്നത് പാവപ്പെട്ടവന്റെ നികുതി പണം മുക്കി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നടത്തിയ ആർഭാടങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകളാണ്. നഗരത്തിൽ കുടിവെള്ളം മുട്ടിച്ചും വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞുവെച്ചും BJP ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കാമെന്നാണ് മന്ത്രി ശിവൻകുട്ടിയും കൂട്ടരും കരുതുന്നതെങ്കിൽ അത് നടപ്പില്ല. തന്റെ വകുപ്പുകൾ പോലും നേരാംവണ്ണം ഭരിക്കാൻ കഴിയാത്ത മന്ത്രിയാണ് നഗരഭരണത്തിൽ ഉപദേശവുമായി വരുന്നത്. വാട്ടർ അതോറിറ്റി കയ്യിലിരുന്നിട്ടും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാതെ അത് BJPയുടെ പിഴവാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് പൊതുജനത്തെ വിഡ്ഢികളാക്കുന്ന പരിപാടിയാണ്. നെട്ടയത്ത് ഉൾപ്പെടെ നടന്ന പോലീസ് അതിക്രമങ്ങൾ CPMന്റെ രാഷ്ട്രീയ ഗുണ്ടായുസത്തിന്റെ തുടർച്ചയാണ്. കാക്കിപ്പടയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ഭരണം അട്ടിമറിക്കാനെന്ന വ്യാമോഹം വിലപ്പോകില്ല. മുൻ DGP R ശ്രീലേഖയുടെ നേതൃത്വത്തിൽ വനിതാ കൗൺസിലർമാർ തെരുവിലിറങ്ങിയത് നഗരത്തിലെ സ്ത്രീ ശക്തിയുടെ താക്കീതാണ്. നിലവിളക്കിന് വരെ പകൽക്കൊള്ള നടത്തിയ പിണറായി ഭക്തരുടെ അഴിമതി കഥകൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് BJP അടിച്ചമർത്താൻ നോക്കിയാൽ തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ആ പഴയ കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നേക്കുമായി തകർക്കുമെന്നതിൽ സംശയമില്ല. CPMന്റെ അഴിമതി രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് BJPയുടെ വികസന മുന്നേറ്റം നഗരത്തിൽ തുടരുക തന്നെ ചെയ്യും.